കല്യാണം കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് രേവതി ഇവരെ കാണുകയാണ് കേട്ടോ. ഇവരെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ രേവതി ആകെ ഞെട്ടുകയാണ്. അപ്പോൾ ശ്രീകാന്തെ എന്ന് വിളിച്ചിട്ട് ഓടി വരികയാണ് രേവതി. എന്നിട്ട് ചോദിക്കും, നീ എന്തായി കാണിച്ച്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ രേവതി പറയും, അപ്പോൾ നീ ഇതിന് വേണ്ടിയിട്ട് തന്നെ കള്ളം പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കുറേ പറയും. അപ്പോൾ മറ്റേ വർഷ പറയും, ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേനും നീ മിണ്ടരുത്, അപ്പോൾ നിനക്ക് നിൻ്റെ പ്രണയിക്കുന്ന കുട്ടീനെ മാത്രം മതി, നിനക്ക് നിൻ്റെ വീട്ടുകാരേനൊന്നും വേണ്ടല്ലേ ശ്രീകാന്തെ, നിൻ്റെ അച്ഛനും ഏട്ടനൊക്കെ നിന്നിൽ എത്ര വിശ്വാസമാണെന്ന് അറിയോ, അവർ പറയുന്നത് ശ്രീകാന്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ശ്രീകാന്ത് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം വേണ്ടാന്ന് വയ്ക്കും, അല്ലെങ്കിൽ ശ്രീകാന്തിന് ഇങ്ങനെ ഒരു ബന്ധം ഇല്ല എന്നൊക്കെ അച്ഛൻ പറയുന്നത്, അപ്പോൾ നിന്നെ അവർക്ക് എത്ര വിശ്വാസം, അതൊക്കെ നീ നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ചീത്ത പറയും കേട്ടോ. അപ്പോൾ ദേവ് വരും, ദേവ് എന്നിട്ട് പറയാം, ചേച്ചി അവരെ ചീത്ത പറയല്ലേ, അവരൊന്നുമില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഓ അപ്പോൾ നീ ഇതിന് കൂട്ട് നിന്നിട്ടുണ്ടല്ലേ, വെറുതെ അല്ല നീ അമ്മേനെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിനെ അടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വർഷം കൂടിയിട്ട് ഇങ്ങനെ തടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒപ്പിടാനുള്ള ഒരു ബുക്കുമായിട്ട് അമ്പലത്തിലത്തെ കമ്മിറ്റിക്കാർ വരികയാണ്. എന്നിട്ട് പറയും, ഇതിൽ 2 പേരാരെങ്കിലും ഒപ്പിടും, ഇത് അമ്പലത്തിൽ വെച്ചിട്ടാണ് താലി കെട്ടിയത് എന്നുള്ളതിനുള്ള തെളിവാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഇതെല്ലാം ഏട്ടത്തി ഒപ്പിടണം എന്ന് പറയുമ്പോൾ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ചീത്ത പറയാണ്. അപ്പോൾ അമ്പലത്തിലുള്ളവർ പറയാം, മോളെ രേവതി, നീ കുറേ കല്യാണങ്ങൾക്ക് ഇതുപോലെ പങ്കെടുത്തിട്ടുള്ളതല്ലേ, നീ കുറേ കല്യാണങ്ങൾക്ക് പൂമാല കെട്ടിയിട്ടുണ്ട്, അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിൽ നീ തന്നെ ഒപ്പിടണം, നിൻ്റെ അനിയൻ്റെ ജീവിതം നന്നായിരിക്കാൻ നിനക്ക് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ രേവതിനെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയാണ്. അതിനുശേഷം രേവതി പറയും, ഞാനിതെന്തായാലും ഇപ്പം തന്നെ സച്ചേട്ടനെ വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല, എന്നിട്ടൊരു തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ പേടിച്ചിട്ട് ശ്രീകാന്തും വർഷയും ദേവമൊക്കെ പിന്നാലെ ഓടി വരിക. എന്നിട്ട് രേവതിയോട് പറയും, എടുത്തി വേണ്ട, എടുത്തി ഇപ്പം ഏട്ടാ അറിയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും, ഞാൻ എന്തായാലും വീട്ടിൽ പോവുക, നീ എന്തായാലും വീട്ടിലേക്ക് വരാൻ നോക്ക്, എന്നിട്ട് വീട്ടുകാരുടെ ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നീ നോക്കി നോക്കി, എനിക്കിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയാം, നേരത്തെ ഞാൻ വീട്ടിലേക്ക് വരികയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ വരാം എന്ന് പറയും. അങ്ങനെ രേവതി പോവുകയാണ് അവിടെ നിന്ന്. രേവതി പോയി കഴിഞ്ഞിട്ട് വർഷ പറയും, ശ്രീകാന്ത് നീ എന്ത് ഇതിലാ പറഞ്ഞത് വീട്ടിലേക്ക് വരാമെന്ന്, ഇപ്പം നമ്മുടെ കല്യാണം കഴിഞ്ഞ വിവരം എൻ്റെ വീട്ടുകാരങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകും, പിന്നെ നമ്മൾ തമ്മിൽ എല്ലാ ബന്ധവും അതോടെ അവസാനിക്കും എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.